നമസ്കാരം. മാത്യു സാമുവൽ എന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ, മാപ്ര എന്ന് വിളിക്കുന്നതാവും കൂടുതൽ ശരി. ഇയാൾ പ്രസിദ്ധനാകുന്ന ഒരു ഘട്ടമൊക്കെ അറിയാലോ. ഭാരതത്തിൻ്റെ 5 റാഫേൽ ജെറ്റ്സുകൾ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്തയൊക്കെ ചെയ്ത്, ഒരു കള്ള വാർത്തയൊക്കെ ചെയ്താണ് ഇയാൾ പ്രസിദ്ധനാകുന്നത്. അന്ന് മേജർ രവിയാണ് ഇയാൾക്കെതിരെ കേസൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇയാൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ചും സ്വയം സേവകരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടുന്നു, ലക്ഷങ്ങൾ തട്ടി എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ചില ആൾക്കാർ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. സ്വയം സേവകരുടെ ദീർഘനാളത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ദേശീയ സംസ്കാരത്തിൽ ഊന്നിയുള്ള ചിന്താഗതികൾ കേരളത്തിനകത്ത് വളരെ ശക്തമായ രീതിയിൽ വേരൂന്നുന്നതും ആൾക്കാരുടെ ഒരു മനപരിവർത്തനം ഉണ്ടായി. അതായത് ദീർഘനാൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ഈ ദേശീയതയ്ക്കെതിരെ ഉള്ള വികാരം കേരളത്തിനകത്ത് കൊണ്ടുചെന്നെത്തിക്കുകയും പലരുടെയും മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ദേശഭക്തിയുടെ ഒരു സംസ്കാരം അങ്ങനെ ദീർഘനാൾ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, ഫലമായിട്ട് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിനെതിരെ സ്വയം സേവകരുടെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ ആ ദേശീയ വികാരം, ദേശീയതയോടുള്ള ഒരു സ്നേഹമൊക്കെ കേരളത്തിലെ ജനതയുടെ ഉള്ളിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ സാധിച്ചത് സ്വയം സേവകരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാടൊക്കെ ഇടയ്ക്ക് ചിന്തിക്കുന്ന തരത്തിൽ കേരളം തന്നെ മാറിപ്പോയതിന് സങ്കുചിതമായ ഒരു പ്രാദേശികവാദം പോലും കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ദേശീയവാദത്തെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ദേശീയതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയുവാനും ദേശീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയുവാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഗുണഫലം, അതിൻ്റെ നടുക്കഷ്ണം വലിച്ചെടുക്കുകയും അത് ഭക്ഷണമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന തരത്തിലുള്ള ചില ആൾക്കാർ, ചില ഓൺലൈൻ മാപ്രകൾ സൃഷ്ടിക്കപ്പെട്ടു. ആ ഓൺലൈൻ മാപ്രകൾ, അത് പ്രത്യേകിച്ചും കള്ളവാർത്തകൾ ചെയ്യുന്ന തരത്തിൽ ദേശീയതയ്ക്കെതിരെ, ഉള്ളിൽ ദേശീയതയ്ക്കെതിരെ ആണെങ്കിൽ കൂടിയും ആ ഒരു സങ്കുചിതവാദം പുറത്തറിയാത്ത രീതിയിൽ ഒരു മാരീചൻ്റെ വേഷമിട്ട് ഈ തരത്തിൽ മാധ്യമ രംഗത്തേക്ക് വരുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം വിനയം എത്ര തന്നെ വാരിക്കോരി പൂശിയാലും ഉള്ളിലെ ഫ്രാഡുകൾ ഇടയിൽ പുറത്തു വരും എന്ന് ശ്രീനിവാസൻ്റെ അറബിക്കഥയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞതുപോലെ, ഇടയ്ക്കെങ്കിലും ഈ ഓൺലൈൻ മാപ്രകൾ, ഇത്തരത്തിലുള്ള കള്ളത്തരം പറയുന്ന ഓൺലൈൻ മാപ്രകൾ, എല്ലാവരുമല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ആ ആൾക്കാരുടെയൊക്കെ തനി നിറങ്ങൾ ഇടയ്ക്ക് പുറത്തു വരും, പുറത്ത് ചാടും. ധാരാളം ആൾക്കാർ വളരെ സത്യസന്ധമായി വാർത്ത ചെയ്യുന്ന, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള നിരവധി ആൾക്കാർ കാണുന്ന ചാനലുകളുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചാനലുകളിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നാണ് പല ആൾക്കാരും ഇന്ന് സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്. മുഖ്യധാരാ മാധ്യമങ്ങൾ പല വാർത്തകളും തമസ്കരിക്കും, ആ വാർത്തകൾ കൂടി തിരിച്ചറിയും. അപ്പോൾ ആ രീതിയിൽ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ളതായ രക്തം കുടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ചില ആൾക്കാർ, അതായത് ഈ മാത്യു സാമുവലിനെ പോലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർ സ്വയം സേവകരുടെ ഇടയിൽ നിന്ന് പൈസ പിടുങ്ങിയെടുക്കുകയും ലക്ഷങ്ങളാണ് ഇപ്പോൾ തട്ടിച്ചത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഇത്തരത്തിലുള്ള ശവന്തീനികളെ, ഇത്തരത്തിലുള്ള രക്തം വലിച്ചു ഊറ്റി കുടിക്കുന്ന കൊതുക്കളെ നമുക്ക് തിരിച്ചറിയുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അന്ന് മേജർ രവി കേസ് കൊടുക്കുന്ന സമയത്ത് ഞാനും മേജർ രവിയായിട്ട് സംസാരിച്ചിരുന്ന ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നത്, ദീർഘനാൾ ഇയാളുടെ വാർത്തകൾ പലതും കാണുന്നുണ്ടെങ്കിലും, കള്ളത്തരമാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും, ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും വെറുതെ വിടുകയായിരുന്നു. പക്ഷേ കൊത്തി ഇപ്പോൾ ഇയാൾ മുറത്തിലാണ് കയറി കൊത്തിയിട്ടുള്ളത്. നമ്മളുടെ റാഫേൽ, അഭിമാനകരമായിട്ടുള്ള റാഫേൽ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു, അത് 5 എണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്തയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ 114 എണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ 90 എണ്ണം ഭാരതത്തിലാണ് നിർമ്മിക്കുവാൻ പോകുന്നത്. റാഫേൽ ജെറ്റ്സിൻ്റെ പ്രത്യേകതയൊക്കെ അറിയാമല്ലോ. കാരണം ആ റാഫേൽ എയർക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എയർ ടു എയർ വാർ നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യതയുള്ളതാണ്. അതോടൊപ്പം തന്നെ ആണവായുധങ്ങളെ പോലും അതിജീവിച്ചുകൊണ്ട്, അതിൻ്റെ പ്രതിരോധത്തെ പോലും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷിയുള്ള എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെയധികം സജ്ജീകരണങ്ങളുള്ള, വളരെയധികം ഏബിളായിട്ടുള്ള ഇത്തരം ഭാരതത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള, ഭാരതത്തിൻ്റെ കുന്തമുനയായിട്ടുള്ള എയർക്രാഫ്റ്റുകളൊക്കെയാണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വാർത്തയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണ് എന്ന് ഇന്ത്യൻ വ്യോമസേന തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇയാൾ ഈ കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട്, കാരണം ഈ ഒരു അഭിപ്രായമൊക്കെ രാഹുൽ ഗാന്ധിക്കാണ് കൂടുതലായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഈ പാകിസ്ഥാനെയൊക്കെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ, പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇന്ത്യ ആക്രമിച്ചതിന് തെളിവെവിടെ, നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിൻ്റെ തെളിവെവിടെ, ഇങ്ങനെ ബാലാക്കോട്ടിൽ ഉൾപ്പെടെയുള്ള ആക്രമണം നടത്തിയ ഒരു സമയം, ബലാക്കോട്ട് അറ്റാക്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇയാൾ തെളിവ് ചോദിക്കുകയാണ്.
അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെ വളരെ രഹസ്യമായിട്ട് പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാരീചനായിരുന്നു മാത്യു സാമുവൽ. ഈ മാത്യു സാമുവലാണ് ഇപ്പോൾ വലവിരിച്ച് സ്വയം സേവകരിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പരക്കുന്നത്. എന്തായാലും ഒരു വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കണം. ദേശീയതയെ വിറ്റു തിന്നുവാനായിട്ട് കപടദേശീയവാദികളെ അനുവദിക്കുവാനായിട്ട് പാടില്ല. അത് ദേശീയ സംസ്കൃതിക്കും ദേശീയതയ്ക്കും എതിരാണ്. ഭാരതം എന്ന വികാരത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. കാരണം നമ്മൾ പരംവൈഭവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ പരംവൈഭവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇരുളിന് കൂടുതൽ ശക്തിയേറുക. ഈ ഇരുട്ടിൻ്റെ സന്തതികളായിട്ട് പല ആൾക്കാരും കടന്നു വരുന്നുണ്ട്. അവരെ ജാഗ്രതയോടുകൂടി തന്നെ വീക്ഷിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി വീക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് തന്നെയായിരിക്കും കൂടുതൽ അബദ്ധം പറ്റുക. നമ്മുടെ പോക്കറ്റിലെ കാശായിരിക്കും കൂടുതലായിട്ട് നഷ്ടപ്പെടുക. എന്തായാലും അതിനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ പാടില്ല. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു ഉയർച്ചയോ ഭാരതത്തിൻ്റെ ഒരു ശേഷിയോ ശക്തിയോ വർദ്ധിക്കുന്നതോ ഭാരതം പഴയ രീതിയിൽ ജഗദ്ഗുരുവായി വീണ്ടും അവരോധിക്കപ്പെടുന്നതോ ഒന്നുമല്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. അവരെ പിന്തുണയ്ക്കുകയല്ല അവരുടെ ലക്ഷ്യം. കാപട്യവും കപടതയും കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുക, പള്ള വീർപ്പിക്കുക എന്നതിലുപരി അവർക്ക് മറ്റൊരു തരത്തിലുള്ള ലക്ഷ്യവുമില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ 5 റാഫേൽ എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വാർത്ത ചെയ്യുന്നു. നമ്മുടെ സ്വയം സേവകരെ തന്നെ പറ്റിക്കുന്നു. അവരുടെ തന്നെ നിന്ന് പിഴിഞ്ഞ് ഊറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ഇയാളെയൊക്കെ ഇനി നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുമോ? എന്തായാലും ഈ വാർത്ത ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും.